ഹോളി ഉത്സവത്തിന്റെ നിറങ്ങൾ. എന്റെ സ്പ്രേ ഗൺ ഫുള്ളായി കഴിഞ്ഞു. ഇത് വലിയ ബലൂൺ. ഡിസ്റ്റിങ്ഷൻ, ഇന്ന് നീ ഹോളിയിൽ എന്റെ മുന്നിൽ തോറ്റ് പിൻവാങ്ങും. ആദ്യം ഹോളി കളിക്കാൻ നീ ഡിസ്റ്റിങ്ഷൻ വാങ്ങ്, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഇതാണ് ശരിക്കുമുള്ള അവസരം പട്വർദ്ധൻ. നീ ചെന്ന് ആ രണ്ടുപേരുടെയും നടുക്ക് നിൽക്ക്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. എല്ലാവരും ഹോളി ആഘോഷിക്കുകയാണ്. പക്ഷെ എനിക്കറിയില്ല എന്റെ ഹോളി എപ്പോ വരുമെന്ന്. കമോൺ, ഹാപ്പി ഹോളി, ഹാപ്പി ഹോളി. ഇത്രയും കാലമായിട്ട് കളേഴ്സിന്റെ ഒരു തുള്ളി എന്റെ ദേഹത്ത് പതിക്കാനായി ഞാൻ കാത്തിരിക്കുകയാണ്. പക്ഷെ ഇപ്രാവശ്യം ഹോളി ഞാൻ തീർച്ചയായും കളിച്ചിരിക്കും. ചുവപ്പ്, മഞ്ഞ, നീല നിറങ്ങൾ. ആ നിറങ്ങളോട് ഞാൻ ഉരുണ്ടു പേരണ്ട് ഓടും. കളർഫുള്ളായ രാജാവായി മാറും. കളറിട്ട് കഴിഞ്ഞു. അടുത്തത് ചെയ്യേണ്ടത് മസ്റ്റ് മിക്സ്. ഇറ്റ്സ് റെഡി. എടുക്കേ. ഓക്കേ ക്യാപ്റ്റൻ. മരമണ്ടന്റെ പേര് ഗോലിയാണ്. അവന്റെ ബ്രെയിൻ വളരെ സ്ലോ ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. തെറ്റിദ്ധരിക്കണ്ട, ഇന്ന് ഹോലിയാണ്. പിന്നെ ഗോപാലിനും ലക്ഷ്മണനും നിറങ്ങളിൽ കുളിപ്പിക്കാൻ കളർ നിറച്ച ബക്കറ്റ് റെഡിയാണ്. ഞാൻ ആ വെള്ളത്തിൽ അത്തരത്തിലൊരു കളർ ആഡ് ചെയ്തിരിക്കുക. അതില് വീണ് കഴിഞ്ഞാലുണ്ടല്ലോ സോപ്പ് പോലും തോറ്റു പോകും. കളർ ഒരിക്കലും പോവില്ല. അത് കൊള്ളാമല്ലോ. ഇതുപോലൊരു കളർ, അത് നനച്ച് സോപ്പ് തന്നെ ഇല്ലാതാകണം. ഞാൻ ആദ്യം ആ കളറിൽ നനയാൻ പോവുകയാണ്. ഓക്കെ, ഗോപു ലക്ഷ്മണനും ഇപ്പൊ വരും. വാ നമുക്ക് മരത്തിന്റെ പുറകിൽ പോയി ഒളിച്ചിരിക്കാടാ. വാ ലക്ഷ്മൺ, ഗോപാല് വരുമ്പോളേ നീ ആ കയറ് വിട്ടേക്ക്. ഗോപാലിനത് മനസ്സിലാവട്ടടാ. ഹോളി ഇങ്ങനെ കളിക്കട്ടെ, നമുക്ക് കാണിച്ചു കൊടുക്കാടാ. ഗോപാൽ ഇവിടെ എത്തുന്നതിന് മുമ്പ് ഞാൻ ആ കളറിൽ നനഞ്ഞിട്ട് കളർഫുള്ളായി മാറാൻ പോവുകയാണ്. എടാ ഗോപാല, ബക്കറ്റിന്റെ താഴെ എത്തി കഴിഞ്ഞടാ. ഇവന്മാര് വരവിരിച്ച് വെച്ചിരിക്കുന്നത് ഗോപാലിന് വേണ്ടിട്ടായിരിക്കും. ഗോപു, നീ ഇവിടെ ഉണ്ടോ? അപ്പോ അവിടെ വരുന്നത് ആരാ? പ്രിൻസിപ്പൽ സാർ ഇങ്ങനെ ഇവിടെ എത്തിയത്? ഞാനത് തടഞ്ഞു നിർത്തണല്ലോ. എടാ മാധവ, ഈ പരിപാടിയൊക്കെ നീ ഉണ്ടാക്കിയതാണെന്ന് പ്രിൻസിപ്പൽ സാർ അറിഞ്ഞാലുണ്ടല്ലോ, പിന്നെ നിന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയേക്കും, പറഞ്ഞേക്കാം. പക്ഷെ ഞാൻ നീ എന്തിനാ ഇങ്ങനെ ചെയ്തത് മാധവ? സാർ, ഒരു പക്ഷേ ഈ സ്കൂളിലൂടെ നിറങ്ങളുടെ നദി ഒഴുകി പോകും, അല്ലെങ്കിൽ ആകാശത്ത് നിന്ന് നിറങ്ങളുടെ ബലൂൺ വന്ന് വീഴുകയും ചെയ്യും. എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ മേത്ത് ഒരു തുള്ളി കളർ വീഴാൻ ഞാൻ സമ്മതിക്കില്ല. ഇവൻ നമ്മളെ ഹോളി കളിക്കാൻ സമ്മതിക്കില്ലെന്നാണ് തോന്നുന്നേ. മാധവ, ഹോളിയിലും മറ്റുള്ളവരെ നിറങ്ങൾ കൊണ്ട് നനയ്ക്കേണ്ടത്, അല്ലാതെ സ്വയം നനയല്ലേ വേണ്ട. നിന്റെ കളർ മുഴുവനും ഞാൻ കഴുകിക്കോളാം. തേച്ച് സോപ്പ് തീർന്നു പോവുകയുള്ളൂ, പക്ഷേ ഈ കളർ പോവില്ല. ഹോളി ദിവസം മറ്റുള്ളവരെ കളർ കൊണ്ട് നനയ്ക്കണം. നമ്മൾ മാധവനെയും അവന്റെ ശിങ്കിടികളെയും ഈ കളർ കുളത്തിൽ വീഴ്ത്തും. എന്താ? അടിപൊളിയായിരിക്കും. മാധവൻ ഓൾറെഡി കളർഫുള്ളായി മാറിയിരിക്കല്ലേ. ഇനി അവൻ ഇതിന്റെ അകത്ത് വീണ് കഴിഞ്ഞാൽ പിന്നെ അവൻ മൾട്ടി കളർ ആവുമല്ലോ. എന്താ വേഗം വാ. കൊള്ളാം, മാധവ് അടുത്തൊന്നുമില്ല. പിന്നെ ഗോപാലി ഇവിടെ എങ്ങും കാണാനില്ല, ദൂരെ മാറി നിൽക്കുകയാണ്.
ഈ സമയം നോക്കി എനിക്ക് കളർഫുൾ ആയി മാറണം. ആഹാ, ടരറററായ്. ഓ, ഓ, ഇപ്പൊ അവന്മാര് മൊത്തം ആ കുളത്തിനകത്ത് വീഴും, നോക്കിക്കോ. മല്ലടാ, അതൊരു കുഴിയാ. എടാ മാധവ, നീ ഇവിടെ? ഓ നോ, പ്രിൻസിപ്പൽ സാർ എങ്ങനെയാ ഇവിടെ? അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും തടഞ്ഞു നിർത്തണം. പ്രിൻസിപ്പൽ സാർ ഇപ്പോ നീ ഉണ്ടാക്കി വെച്ചിരുന്ന കുഴിയുടെ നേർക്കാ നടന്നു വരുന്നത്. അദ്ദേഹം ആ കുഴിയിൽ ഡബക്കുന്നു വീണ് കഴിഞ്ഞാൽ നീ സ്കൂളിൽ നിന്ന് ചബക്കുന്ന ഔട്ടായി പോവടാ. കാണുന്നുണ്ടോടാ നീ? കൊള്ളാം, മൾട്ടി കളേഴ്സ്. ചേടാ, നീ ഇതെന്ത് കാര്യമാ ചെയ്തത് ഗോപാൽ? സാർ ഇത് കണ്ടോ? ഞാൻ കറക്റ്റ് സമയത്ത് ഇവിടെ വന്നില്ലായിരുന്നെങ്കിലേ നിങ്ങളെ കുഴിക്കകത്ത് വീണ് പോകുമായിരുന്നു. നിങ്ങളുടെ ഈ വെളുത്ത കുർത്ത മുഴുവനും കളർ കൊണ്ട് നനഞ്ഞേനെ. പിന്നെ നിങ്ങളുടെ മുഖം കണ്ടാൽ പോലും ആർക്കും അടയാളം അറിയില്ല സാർ. ചേടാ, അങ്ങനെ തന്നെ ആകാനാണ് ഞാൻ പ്രതീക്ഷിക്കുന്നതും. സാർ, സ്കൂളിൽ ഒരുപക്ഷെ നിറങ്ങളുടെ നദികൾ ഒഴുകിയാലും ശരി, ആകാശത്ത് നിന്ന് കളർഫുൾ ബലൂൺ പൊട്ടിയാലും ശരി, നിങ്ങളുടെ മേത്ത് ഒരു തുള്ളി കളർ പോലും വീഴാൻ ഞാൻ സമ്മതിക്കില്ല സാർ. ഇത് എന്റെ വാക്കാണ്, എന്റെ ശപഥം. ആ, ശരി ശരി, ഈ ചാൻസ് മിസ്സായി പോയല്ലോ. മതിയടാ, ഇപ്രാവശ്യം ഗോപു എന്റെ ബലൂൺ അറ്റാക്ക് ചെയ്ത് രക്ഷപ്പെടാൻ പോകുന്നില്ല. അവൻ ഒരു ബലൂൺ എറിയുമ്പോ നമ്മൾ 10 വലിച്ചെറിയും. ഇനി നടക്കാൻ പോകുന്നു ബലൂൺ വാർ. ഇതാണ് ശരിയായ അവസരം. ഗോപാലും മാധവും നിന്ന് കളിക്കുമ്പോ ഞാൻ നടുക്ക് ചെന്ന് നിന്ന് ആഘോഷിക്കാൻ പോവുകയാ. ഇനി എന്നെ ആർക്കും തടയാനാവില്ല. ഇനി നല്ല രസമായിരിക്കും. രസമല്ല, ഇത് അതിരസമായിരിക്കും. ബോയ്സ്, Boys, ready for the ready for the attack? attack. ഇനി അവർ എത്രയും പെട്ടെന്ന് ബലൂൺ വാർ തുടങ്ങും. അപ്പൊ ഞാൻ അവരുടെ നടുക്ക് ചെന്ന് നിൽക്കും. പിന്നെ ഞാൻ കളർ മഴയിൽ നനഞ്ഞു കുതിരും. ആരും എന്റെ ദേഹത്ത് കളർ അടിച്ച് വീഴ്ത്താൻ ഞാൻ സമ്മതിക്കില്ല. അഥവാ ആരെങ്കിലും എന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അപ്പൊ ഞാൻ ഈ വാട്ടർ സ്പ്രേ യൂസ് ചെയ്ത് അവന്റെ കളർ മൊത്തം തട്ടിമറിക്കും. ആരാടാ കളർ വെച്ചത്? ഏതവനാടാ അത്? ആരാടാ അത്? ധൈര്യമുണ്ടെങ്കിൽ മുന്നോട്ട് വാടാ. എന്റെ മേത്ത് നിങ്ങളൊക്കെ കളർ ഒഴിച്ചു, പക്ഷെ പ്രിൻസിപ്പൽ സാറിന്റെ മേത്ത് ഒരു തുള്ളി കളർ വീഴാൻ ഞാൻ സമ്മതിക്കില്ല. ഇപ്പൊ നോക്കിക്കോ. കാത്തിരിപ്പിന്റെ സമയം അവസാനിച്ചു. അതേ നിറങ്ങളുടെ സമയം വന്നിരിക്കുന്നു. കണ്ടോ സാർ, നിങ്ങളുടെ മേത്ത് ഒരു ബലൂൺ വീഴാൻ പോലും ഞാൻ സമ്മതിച്ചില്ല. അതെ, ഈ സ്കൂള് മൊത്തം നിറങ്ങൾ നിറഞ്ഞ നദി ഒഴുകിയാലും ശരി, ആകാശത്തുനിന്ന് ഒരു വലിയ ബലൂൺ താഴെ വീണാലും ശരി. No! No! മിണ്ടിപ്പോകരുത്, പപ്പി. നിങ്ങൾ നിറങ്ങളിൽ നിന്നും എന്നെ മാറ്റി നിർത്തുന്നത്, എന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കുന്നത് എന്തുകൊണ്ടാ? ചുവപ്പ്, പിങ്ക്, നീല, മഞ്ഞ, അങ്ങനെ എത്ര കളറുകൾ. ഈ കളറുകളെല്ലാം എന്റെ വെള്ളക്കുർത്തയിൽ വേണം. സാർ, നിങ്ങളിപ്പോ എന്തായി പറഞ്ഞു വരുന്നത്? നിങ്ങൾക്ക് ഹോലി കളിക്കണോ? നിങ്ങൾക്ക് കളറിൽ നനയണോ? സാർ, നിങ്ങൾക്ക് ചുമപ്പും മഞ്ഞ നിറയൊക്കെ വേണോ സാർ? അതേടാ അതെ. ഞാൻ ഇനിയും കളറിൽ നിന്നും മാറി നിൽക്കുകയാണെങ്കിൽ എന്റെ മുഖം ചുവപ്പും മഞ്ഞയുമായി മാറും ദേഷ്യം കൊണ്ട്. ആഹാ, ബലൂൺ
ഇതെന്തൊരു അത്ഭുതമാണ്. ഇതുവരെ ഹോളി ആഘോഷിക്കാൻ ആരും വന്നില്ലല്ലോ. നമ്മൾ എല്ലാ കൂട്ടുകാരെയും വിളിച്ചതാണല്ലോ. അതുകൊണ്ടാ എല്ലാവരും വരുന്നെന്നാ തോന്നുന്നു മോട്ടോ. വരുന്നതല്ല, വന്ന് കഴിച്ചു. രണ്ടുപേർക്കും ഹോളി ആശംസകൾ. അങ്ങനെ ഹോളി എത്തി, നമ്മുടെ സ്വന്തം ഹോളി എത്തി. ഞങ്ങളെ ഹോളി കളിക്കാനൊക്കെ വിളിച്ചു. പക്ഷെ എന്ത് തയ്യാറെടുപ്പാ ചെയ്തിരിക്കുന്നേ? അതോർത്ത് വിഷമിക്കണ്ട, അതിനുള്ള ഏർപ്പാടുകളൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ ഹോളി നിങ്ങൾ ഒരിക്കലും മറക്കാൻ പോകുന്നില്ല. സഹോദരന്മാരെ, ladies and gentlemen, ഇന്ന് ഈ ഹോളി ദിനത്തിൽ ഞാൻ നിങ്ങൾക്ക് ഒരു പാർട്ടി തരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഐസ്ക്രീം ഉണ്ട്, കേക്ക് ഉണ്ട്, എല്ലാം ഉണ്ട്. വരണം. മ്യൂസിക്കും ഡിജെയും ഉണ്ട്. എല്ലാവരും വന്ന് നമുക്ക് ഈ ഹോളി അടിച്ചു പൊളിക്കാം. ഞാൻ ജോണിന്റെ അവിടെ ഹോളി കളിക്കാൻ പോവുക. അവൻ അവിടെ ഒരുപാട് കാര്യങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇവിടെ വെറും സമോസ മാത്രമേ ഉള്ളൂ. ഞാൻ അവിടെ പോവുക. വരുന്നോ? അതെ, ഹോളിയോടനുബന്ധിച്ച് എല്ലാത്തിനും ഫ്രീ ആയി ഡോൺ ഏർപ്പാട് ചെയ്ത കാരണം ഒരു പ്രാവശ്യം കൂടി അവസരം കൊടുക്കുന്നതല്ലേ നല്ലത്. അതല്ലേ ശരി? എന്റെ അമ്മോ, നിർത്താൻ. ജോൺ ഒരിക്കലും നേരാവില്ല. അവൻ വെറുതെ നാടകം കളിക്കാണ്. അവനെ നിങ്ങൾ വിശ്വസിക്കരുത്. വായോ, നമുക്ക് ഡോണിന്റെ അടുത്തേക്ക് പോഷിക്കാം. എന്റെ അമ്മോ, എന്റെ യൂണിഫോം. എന്റെ മീത് ആരും കളർ അടിക്കരുത്. വേണ്ട, ഞാനിപ്പോ ഡ്യൂട്ടിയിലാണ്. എനിക്ക് യൂണിഫോം മാറ്റാനും പറ്റില്ല. അല്ല ചിങ്കം സാറേ, ചേഞ്ച് ചെയ്യാൻ പോവാണെങ്കിൽ ഇന്നാ ഇതും കൂടി അങ്ങ് കൊണ്ടുപോകും. ഹോളി ആശംസകൾ. മോട്ടു, ഇത്ര നിറങ്ങളൊക്കെ നിങ്ങളെ ആരാ അടിച്ചത്? നിങ്ങളെ കണ്ടിട്ട് സന്തോഷം തോന്നുന്നില്ലല്ലോ, എന്തു പറ്റി? വലിയേട്ടാ, ഞാൻ ഇവിടെയുള്ള എല്ലാവരെയും ഹോളി ആഘോഷിക്കാൻ വിളിച്ചതാ. പക്ഷെ ജോൺ ഇവിടെ വന്നിട്ട് എല്ലാവർക്കും മ്യൂസിക്, ഡിജെ, മിഠായി, ചായ, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഓഫർ ചെയ്തപ്പം എല്ലാവരും അവന്റെ കൂടെ അങ്ങ് പോയി. നമ്മളുടെ ഹോളി ആവട്ടെ അങ്ങ് പൊളിഞ്ഞും പോയി. പൊളിച്ചെടുത്തല്ലോ. ജോണിന്റെ കയ്യിൽ ഇത്രയും സാധനങ്ങളുണ്ടോ? എന്നാ ഞാനും ജോണോടൊപ്പം ഹോളി ആഘോഷിക്കട്ടെ. നീ ഒന്ന് ചെലക്കാതെ ചുമ്മാതിരിക്കോ, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് കട്ടാകും. മനസ്സിലായോ? ചങ്കേ, നമുക്ക് എല്ലാവർക്കും കൂടി ഹോളി അടിച്ചു പൊളിച്ച് ആഘോഷിക്കാം. നമ്മൾ ഹോളി ആഘോഷിക്കുന്നത് കണ്ട് ആ പോയവരെല്ലാം ഇങ്ങോട്ട് തിരിച്ചു വരും. ഇതാണ് റെയിൻ കളർ മിഷൻ. ഈ മിഷൻ കൊണ്ട് ആകാശത്ത് വർണ്ണങ്ങളൊക്കെ വാരി വിതറാൻ നമുക്ക് സാധിക്കും. എന്ത്? ഈ മെഷീൻ ആകാശത്ത് നിന്ന് കളർ മഴയും ബലൂണും പെയ്പ്പിക്കുമെന്നോ? അതെങ്ങനെ? എങ്ങനെ? എവിടെ? ഒന്ന് കാണട്ടെ, കാണിക്കുന്നേ. ഓയ് മോട്ടു, നീ എന്തായി കാണിച്ചത്? ഇവിടെ നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഞങ്ങള് രണ്ടുപേര് തന്നെയാ. ഞങ്ങൾ രണ്ടുപേരും തന്നെയാണ്. എന്ന് വെച്ചാൽ ഇത് മോട്ടുവും ഞാൻ പത്തലവും. അല്ല, ഞാൻ പത്തലവും ഇത് മോട്ടുവും. അവൻ പറഞ്ഞത് എന്താന്ന് വെച്ചാ, അവൻ മോട്ടു, ഞാൻ പത്ലു. പിന്നെ ഞങ്ങൾ വന്നത് എന്തിനാന്ന് വെച്ചാ ഹോളി ആശംസ പറഞ്ഞിട്ട് പോവാന്ന് വെച്ചിട്ടാ. അല്ലേ മോട്ടു? അതെ, ഞങ്ങൾ വന്നത് അതിനു വേണ്ടി തന്നെയാ. ബാദൽ, ബർഖ, ബിജലി, പാനി. ഇതാ കണ്ടോ, ഇവർ നമ്മുടെ അടുത്ത് ഹോളി ആഘോഷിക്കാൻ വേണ്ടി വന്നതാ. ഇവരുടെ പേര് മോട്ടു പത്ലുന്ന. ഇവരുടെ കൂടെ നമുക്ക് ഹോളി ആഘോഷിക്കാം. ഹോളി ആശംസകൾ. എല്ലാവർക്കും സന്തോഷമായി ആഘോഷിക്കാം. എന്താ നിങ്ങൾ ചെയ്യുന്നത്?
ഹോളിക്ക് കളറാണ് എറിയ, ഇതുപോലെ കറണ്ട് അല്ല. എന്നാൽ ഞങ്ങളുടെ കയ്യിൽ കളറുകളില്ല, മിന്നൽ മാത്രമേ ഉള്ളൂ. എന്റെ യൂണിഫോം വീണ്ടും നാശമാക്കി. ഞാൻ എങ്ങനെ ഡ്യൂട്ടി ചെയ്യും? പറയൂ പറയൂ പറയൂ, എങ്ങനെ ഡ്യൂട്ടി ചെയ്യും? ഹോളി ആശംസകൾ. നിങ്ങൾ എല്ലാവർക്കും ഹോളി ആശംസിക്കുന്നു. മോട്ടോ പത്ലു, ഇന്ന് ദീപാവലിയൊന്നും അല്ല. നിങ്ങളുടെ കളി കാണുമ്പോ അങ്ങനെ എനിക്ക് തോന്നുന്നു. ഇന്ന് ഹോളിയാണ്, നിറങ്ങൾ വാരി വിതറേണ്ട ദിവസം. മോട്ടു പത്ലു, ഹോളി ആശംസകൾ. ബോക്സറേട്ടാ, ഹോളി ആശംസകൾ. ഞങ്ങൾ ആകാശത്തുനിന്ന് കളർ മഴ പെയ്യിപ്പിക്കും, മാത്രമല്ല ബലൂണും വരുത്തും. നിങ്ങൾ എങ്ങോട്ടും പോവരുത്, ഇവിടെ തന്നെ നിൽക്കണം. നീയൊക്കെ ഞാൻ ഇത്ര മണ്ടനാണെന്നാണ് വിചാരിച്ചേ? നീയൊക്കെ കൂടി പറയുന്ന മണ്ട കഥകളെല്ലാം വിശ്വസിക്കാൻ. നീ ഇപ്പൊ ചെന്ന് ആകാശത്ത് നോക്ക്, കളർ മഴ പെയ്യുന്നോ ഇല്ലയോ എന്ന്. ഓ സാറെ, രക്ഷിക്കണേ. നിങ്ങൾ എന്നെ കൊണ്ടായി കൊണ്ടുപോണതാ. എന്നെ വിട്. അവരുടെ കൂടെ ഒരു സുഹൃത്തും വന്നിട്ടുണ്ട്. അവരോടൊത്തും ആഘോഷിക്കൂ. എന്റെ യൂണിഫോം വെറുതെ നാശാക്കരുത്. ഞാനിപ്പോ ഡ്യൂട്ടിയിലാണ്. സ്റ്റോപ്പ് സ്റ്റോപ്പ്, ഐ സെഡ് സ്റ്റോപ്പ്. ഓയ് മോട്ടു പത്ലു, നിങ്ങൾ എന്തിനാ എന്റെ മിഷന്റെ അടുത്ത് വന്ന് വീണത്? അതെങ്ങാനും ഉടഞ്ഞു പോയാലേ നിറങ്ങളൊന്നും പിന്നെ മോളിൽ നിന്ന് വീടില്ല. അതെ, നിന്റെ മെഷീൻ കാരണമാണ് ഞങ്ങൾ 2 പ്രാവശ്യം ആകാശത്തോട്ട് പോയിട്ട് വന്നത്. അവിടെയാണെങ്കിൽ ഞങ്ങളുടെ ദേഹത്ത് കറണ്ട് അടുപ്പിച്ചിട്ട് പറയുക ഹോളി ആശംസകൾ, ഹോളി ആശംസകൾ. ഈ മെഷീൻ വ്യാജമാണ്, എല്ലാം വ്യാജമാണ്. ഇതിനെ കൊണ്ട് കളർ മഴയല്ല, കറണ്ട് മഴ പെയ്യിപ്പിക്കാനേ പറ്റൂ. പൊളിച്ചെടുത്തല്ലോ, എന്താ ഇവിടെ സംഭവിക്കണേ? എനിക്ക് തോന്നുന്നു മോട്ടു മിഷനിൽ അടിച്ചപ്പോ മിഷൻ എന്തോ തകരാറ് പറ്റിയെന്നോ. ഡോക്ടർ ചേട്ടാ, എന്റെ വലിയേട്ടാ, ആകാശത്തുനിന്ന് കളർ മഴ പെയ്യുന്നേ. വലിയേട്ടാ, നിങ്ങളൊരു കഴിവുള്ളവൻ തന്നെയാ. ഇതിനൊക്കെ കാരണക്കാരൻ നീയാ മോട്ടു. നീ അടിച്ചോണ്ട് അങ്ങനെ സംഭവിച്ചേ. എന്നാ വരൂ, നമുക്കെല്ലാവരും വിളിച്ചോണ്ട് വരാം. അങ്ങോട്ട് നോക്ക്, ആകാശത്തുനിന്ന് വർണ്ണമഴ പെയ്യുന്നത്. ഇനി മിഠായും ബലൂണും സമൂസയൊക്കെ വരാൻ പോകുന്നതേ ഉള്ളൂ. വരൂ, നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഹോളി ആഘോഷിക്കാം. ആഹാ, വരൂ വരൂ. എന്ത് നല്ല കാഴ്ചകളാ അവിടെ ഉള്ളത്. ഇന്ന് വരെ കാണാത്ത കാഴ്ചകൾ. നിൽക്കൂ നിൽക്കൂ, ഇനി കുറച്ചു പേരുടെ കൂടെ പോക്കറ്റ് അടിക്കാറുണ്ട്. ഓ, എന്ന് വെച്ചാ നീ എല്ലാവരുടെയും കാശ് അടിച്ചു മാറ്റാനാണ് നോക്കിയതല്ലേ? ഈ കള്ളൻ ഒരിക്കലും നന്നാവില്ല. അവനെ അടിച്ച് പഞ്ചറാക്ക്. മോട്ടോ, ജോണിന് താഴെയുള്ളവരായിട്ട് ഹോളി കളിക്കാൻ അർഹതയില്ല. ഇവനെ മോളിലേക്ക് അയക്കാം, അവിടെ ഹോളി ആഘോഷിക്കട്ടെ.
എന്റെ അമ്മോ. കൊള്ളാം ബോസ് കൊള്ളാം. എന്ത് നല്ല കവിതയാ പറഞ്ഞേ. കവിതയുടെ കാര്യമൊക്കെ വിട്ട് ഓടി രക്ഷപ്പെടാൻ നോക്കണേ. ഹോളി ആശംസകൾ. ഭലേ, ഭലേ. ഭലേ, ഭലേ. ഒന്ന് പോടാ. എല്ലാവർക്കും happy ഹോളി. എന്റെ അത്തിപ്പാറ അമ്മച്ചിയെ ഒരു കൈ വെക്ക. ഡോക്ടർ ജഡ്ക ഈ റൂം ക്ലീൻ ചെയ്തിട്ട് ഒരുപാട് വർഷമായിന്നാ തോന്നുന്നത്. എന്തൊരു പൊടിയാ ഇവിടെ. ഓ ചങ്കേ, നിനക്കറിയാമോ ഇതെന്റെ മുത്തശ്ശന്റെ മുറിയാ. ഞാൻ വല്ലപ്പോഴൊക്കെ ഇങ്ങോട്ട് വരാറുള്ളൂ. വലിയേട്ടാ, ഈ ബാഗ് ഞാൻ പാക്ക് ചെയ്ത് എടുത്തോട്ടെ. നോക്കിയേ, ഇതിന്റെ മുഖം കാണാൻ എന്ത് നല്ല ഭംഗിയുണ്ടെന്ന്. ഓയ് മോട്ടു ചങ്ക, എന്റെ ബ്രോ, അതെന്റെ മുത്തശ്ശന്റെ ബാഗാ. നിനക്ക് വേണമെങ്കിൽ എടുത്തോളൂ. ഓയ് മോട്ടു, ശ്രദ്ധിച്ചു വേണേ. പൊളിച്ചെടുത്തല്ലോ. ഇതിപ്പോ താഴേക്ക് വീഴണ്ടോ? എല്ലാം മോട്ടുവിന്റെ പണിയാ. പുറത്തേക്ക് ഓടിക്കോ. ഓടിക്കോ. ഇതെന്താ ഇത്? ഞാൻ ഒരു മിനിറ്റ് ഒന്ന് പുറത്തു പോകുമ്പോഴത്തേക്കും നിങ്ങൾ എല്ലാവരും കൂടി ഒക്കെ നശിപ്പിച്ചു അല്ലേ? ഞാൻ എത്ര ശ്രദ്ധയോട് കൂടിയാ ബാഗ് എടുത്തത്. എന്റെ പത്തലൂ, പത്തലൂ, എവിടെയാ ഉള്ളത് നിങ്ങളൊക്കെ? മോട്ടും തന്നെ ഞാൻ വെറുതെ വിടില്ലാട്ടാ. അല്ല, എന്നോട് എന്തിനാ നിങ്ങൾ ദേഷ്യപ്പെടുന്നത്? ഞാൻ എന്ത് കാണിച്ചു എന്നാ നിങ്ങൾ പറയുന്നേ? ഓടിക്കോ മോട്ടു, ഓടിക്കോ. എല്ലാവരും ഭയങ്കര ദേഷ്യത്തിലാ. മോട്ടോ, അവിടെ നിക്ക്. നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഓടരുത്. അവിടെ നിക്ക്. എന്താ ചിങ്ങം സാറേ, എന്താ പറ്റിയത്? ഇയാളുടെ ട്രക്ക് പങ്ക്ചറായി പോയി. ഇയാളുടെ കയ്യിലാണെങ്കിൽ ജാക്കിയും ഇല്ല. നമ്മളെല്ലാവരും ചേർന്ന് ഈ ട്രക്ക് ഒരു ഭാഗത്തേക്ക് പൊക്കുകയാണെങ്കിൽ ഇയാള് വണ്ടിയുടെ വീല് മാറ്റും. ശരി ശരി, നമുക്ക് ചെയ്യാം. എന്താ ഇത്? എന്റെ അമ്മോ, മോട്ടോ, നീ ട്രക്കിനെ എങ്ങനെ ഒറ്റയ്ക്ക് പൊക്കി എടുത്തു? ഇത്രയും ശക്തി നിനക്ക് എവിടുന്ന് ഉണ്ടായി? പറയൂ 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 പറയൂ. അല്ല മോട്ടു, ഇന്ന് നിനക്ക് സമൂസ കിട്ടിയിട്ടില്ലല്ലോ. പിന്നെ നിനക്ക് എവിടുന്ന ഇത്രയും ശക്തി കിട്ടിയത്? ആർക്കറിയാം, ചിലപ്പം മുകളിലുള്ളവനായിരിക്കും എനിക്ക് ഇത്രയും ശക്തി ഉണ്ടാക്കി തന്നത്. മോട്ടു, നീ ഞങ്ങളോടൊപ്പം വന്നേ. മോട്ടുവിന്റെ പുറകിൽ കിടക്കുന്ന ബാഗിൽ എന്തോ മാജിക് ഉണ്ട്. അതെന്താണെന്ന് ഉടൻ തന്നെ കണ്ടുപിടിച്ചേ മതിയാകൂ. മന്ത്രി സാറിനെ സ്വീകരിക്കുന്നതിൽ ഒരു കുറവും വരുത്തണ്ട. ഫുർഫുറി നഗരത്തിൽ വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് മന്ത്രി സാർ കിണർ കുഴിക്കാനുള്ള അനുമതിയുമായിട്ടാണ് വരുന്നത്. ഓക്കെ സാർ. അതായിരുന്നല്ലേ കാര്യം. ജോൺ ആയിരിക്കും ഡോൺ. ഈ ജോൺ തന്നെ ആയിരിക്കും ഡോൺ. മന്ത്രിയെ കിഡ്നാപ്പ് ചെയ്ത് കോടീശ്വരനാവണം എങ്ങനെയെങ്കിലും. ബോസ് ബോസ്, കവിത വളരെ നന്നായിട്ടുണ്ട്. കവിതയ്ക്കുണ്ടായവരെ ഒന്ന് മിണ്ടാതിരിക്ക്. കവിതയുടെ കാര്യമൊന്നുമല്ല ഇപ്പൊ പറയാനുള്ളത്. മന്ത്രി ഇവിടെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ മന്ത്രിയെ കിഡ്നാപ്പ് ചെയ്ത് സർക്കാരിനോട് 1 കോടി രൂപ ചോദിക്കാം. ഹലോ ചിങ്കം, ഇൻസ്പെക്ടർ ചിങ്കം, പെട്ടെന്ന് വാ.
എന്റെ അമ്മോ ഇതെങ്ങനെ സംഭവിച്ചു? ചിങ്കം സാർ എവിടുന്നേലും പെട്ടെന്ന് JCBയോ ക്രെയിനോ വല്ലതും കൊണ്ടുപോവാ. മന്ത്രി സാർ വരുന്നതിന് മുമ്പ് ഈ കല്ലെല്ലാം മാറ്റിയില്ലെങ്കിൽ സാർ നമ്മുടെ ദേഷ്യപ്പെടും. പിന്നെ ഫുർഫുറി നഗരത്തിന്റെ വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് ഒരിക്കലും മാറൂല. Why fear when Chingam is here? എന്റെ കയ്യിൽ ബുൾഡോസർ ക്രെയിനും രണ്ടുമുണ്ട്. മോട്ടു നീ തുടങ്ങിക്കോ. നീ വേഗം ഈ പാറകളൊക്കെ പൊക്കിയെടുത്ത് ദൂരേക്ക് എറിയ. ഓക്കെ സർ. അല്ല മോട്ടു, നീ അതല്ല ചെയ്യേണ്ടത്. ചെറിയ കല്ലുകളൊക്കെ ഞങ്ങൾ തന്നെ എടുത്ത് എറിഞ്ഞോളാം. നീ വലിയ പാറകളാണ് പൊക്കേണ്ടത്. പ്ലീസ്. ഞാൻ അതിനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട് സാറേ. എന്താന്നറിയില്ല, എന്റെ ശക്തിയൊക്കെ പോയെന്ന് തോന്നുന്നു. മോട്ടു, തന്റെ ശക്തി എന്താ ഫുർഫുര നഗരത്തിലെ ഇലക്ട്രിസിറ്റി പോലെയാണല്ലോ, ഇടയ്ക്കിടയ്ക്ക് വന്നും പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തേലും വേഗം ചെയ്യും മോട്ടു, അല്ലെങ്കിൽ എന്റെ തൊപ്പി തെറിക്കും. ഈ മുഖം ചില സമയത്ത് ശോകമായിരിക്കുന്നു, ചിലപ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ കാരണം എന്താന്ന് മനസ്സിലാവുന്നില്ല. ഇതിൽ എന്തോ ഒരു മാജിക് പവർ ഉണ്ട്. മോട്ടു, ഈ ബാഗ് ഇട്ടേക്ക് നീ, എന്നിട്ട് ആ കല്ല് പൊക്ക്. ഈ ബാഗിൽ എന്തോ ഒരു മാജിക് ഉണ്ട്. പൊളിച്ചേ, ശക്തി വീണ്ടും തിരിച്ചു വന്നേ. രക്ഷിക്കണേ, രക്ഷിക്കണേ, എന്താ ഇവിടെ സംഭവിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ. എടോ കവിതയ്ക്കുണ്ടായവനെ, നീ താഴെ പോയി നോക്കണ. ആ മോട്ടു എന്താ കാണിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് പോയി നോക്ക്. അവൻ ഇങ്ങോട്ട് കാര്യം വന്നെങ്കിൽ മോട്ടു, നീ വലിയ ഒരു കാര്യമാണ് ചെയ്തത്. നീ ഫുർഫുറി നഗരത്തിന്റെ അഭിമാനം കാത്തു. വാ മോട്ടു, നീ കാരണം എന്റെ തൊപ്പി തെറിച്ചില്ല. ഇത്രയും ശക്തിയുള്ള നിനക്കെന്റെ പ്രണാമം. നിന്നെ ഞാൻ നമിക്കുന്നു. പത്തുലു, എനിക്ക് ഈ ഒരു കാര്യമാണ് മനസ്സിലാവാത്തത്. എനിക്ക് എവിടുന്ന ഇത്രയും ശക്തി വന്നത്? ഇതൊക്കെ ഈ മാജിക്കൽ ബാഗിന്റെ പണിയാണ്. ഇത് ധരിക്കുന്നവന് വളരെയധികം ശക്തി ഉണ്ടാകും. നീ ഇതിട്ടിട്ട് നല്ല ജോലികളെല്ലാം ചെയ്താ ഇവിടെയുള്ളവരെല്ലാം നിന്നെ അഭിനന്ദിക്കും. ഇനി ആ ബാഗിന് മാന്ത്രിക ശക്തി ഉണ്ടെങ്കിൽ ആ ബാഗ് എനിക്ക് വേണോ? ഇപ്പൊ കാണിച്ചു തരാം. ജോൺ, നീ എന്തായി കാണിക്കുന്ന? മര്യാദക്ക് ഞങ്ങളെ വിട്ടോ. കോൾ ദ റെഫറി. നിനക്കറിയാമല്ലോ ഈ ചിങ്കത്തിന് ദേഷ്യം വന്നു കഴിഞ്ഞാ പിന്നെ എന്താ സംഭവിക്കാന്ന്. എന്താ ചെയ്യാ, എന്താ ചെയ്യാ? നിങ്ങളെ എല്ലാവരെയും കെട്ടിയിട്ട് മന്ത്രിയുടെ അടുത്തത് ഞാൻ 1 കോടി രൂപ വാങ്ങിക്കൂ. ഈ ജോൺ തന്നെ ആയിരിക്കും ഡോണ്. ജോൺ ആയിരിക്കും ഡോണ്. അതെ, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ എന്തെങ്കിലും ആലോചിക്കും പത്തുലു. ഐഡിയ. മോട്ടു, നീ ആ ബാഗിനകത്ത് വെച്ചിരിക്കുന്ന 10 കോടി രൂപയുടെ വൈരം എടുത്തോ ഇല്ലയോ? 10 കോടി മൂല്യമുള്ള വൈരുകൾ ഇതിനകത്തുണ്ടെന്നോ? ഇപ്പൊ തന്നെ എടുത്തേക്ക്. മോട്ടു, ഇന്നാ പിടിച്ചോ. ബാഗ് ഇട്ടിട്ട് പണി തുടങ്ങിക്കോ. കൂട്ടുകാരെന്ന് വെച്ചാ നീ തന്നെയാടാ. അവന്റെ അടുത്തൊന്നും ഈ ബാഗ് നീ എനിക്ക് മേടിച്ചു തന്നല്ലോ. മാത്രമല്ല, ഈ ബാഗിനകത്തുള്ള 10 കോടിയുടെ രത്നങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? ഓ, നീ ഇതൊന്നും നിർത്തുന്നുണ്ടോ? ഞാൻ അവന്റെ കയ്യിൽ നിന്ന് ബാഗ് വാങ്ങാനായി ഒരു നുണ പറഞ്ഞതാ. സോറി, സോറി പത്തുലു, വെരി സോറി.
നിൽക്ക്, ഒരു തവണ കൂടി എനിക്ക് ബാഗ് ഒന്ന് തരാൻ പറ്റോ? ഒന്ന് കണ്ടു തരാൻ കാണാനാ. ഓക്കെ. മോട്ടോ, ഈ ബാഗ് ആരുടെങ്കിലും തെറ്റായ ആൾക്കാരുടെ കയ്യിൽ കിട്ടിയാൽ ആകെ പ്രശ്നങ്ങളാകും. അതുകൊണ്ട് ആരും അറിയാതെ ഇതാ കിണറ്റിൽ ഇട്ടേക്കാം. കൊള്ളാലോടാ മോനെ, നീ അങ്ങ് പൊളിച്ചല്ലോ. ആ പൊട്ടക്കൻ്റെ വെള്ളം വന്നല്ലോ. താങ്ക് യു മോട്ടുപത്തലു, താങ്ക് യു. ഞങ്ങൾ സർക്കാരിൽ നിന്ന് നിങ്ങൾക്ക് പ്രതിഫലം തരുന്നതാണ്. ഇനി ഫുർഫുറി നഗരത്തിന് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുണ്ടാകില്ല. മോട്ടു പത്തലു സിന്ദാബാദ്. അയ്യോ, നേരം വെളുക്കാറായി. ഇനിയും സൂര്യനെ കാണുന്നില്ലല്ലോ. ആഹാ, ഇപ്പോഴും നല്ല ഉറക്കത്തിലാണല്ലോ. ഇത് ശരിയാകില്ല, ഉണർത്തിയേ പറ്റൂ. സന്ധ്യയായാൽ പോലും ഉറങ്ങാൻ സമ്മതിക്കില്ല. വിളിച്ചുണർത്തുകയാണല്ലോ. കാക്കയും കുരുവിയും വരെ എഴുന്നേറ്റു, ഇവൻ മാത്രം ഉറങ്ങുന്നു. അതേടാ കിങ് കോങ്, ഇവൻ ഇപ്പോഴും ഉറങ്ങിക്കൊണ്ടാണടാ ഇരിക്കുന്നത്. ഇതാണടാ ചാൻസ്. കളി നമുക്ക് തുടങ്ങേണ്ടതാണ്. എനിക്ക് ഹോളി കളിക്കുന്നത് ഇഷ്ടമാണ്. എടാ റാംബോ, നിനക്ക്? എന്റെ കൈകൾ എപ്പോഴും റെഡിയാണ്. ഹോളിഡേ ഒരു ഹോളിഡേ, അതുപോലെ അറിയില്ലടാ നിനക്ക്. നിനക്ക് വാട്ടർ ട്രീറ്റ്മെന്റ് ആണ് കറക്റ്റ് ആയിരിക്കും. എടാ പൊടിപ്പിള്ളേരെ, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാ. തെറ്റിദ്ധരിക്കരുത് ഡോഗി ഡോൺ, ഇന്ന് ഹോളി സെലിബ്രേഷൻ ആണ്. അങ്ങനെയാണോ? എന്നാ പിടിച്ചോളൂ. ഹോലിക്ക് ഹോലിയുമായി, നിങ്ങളുടെ പണി തീർന്നതിൽ എനിക്ക് ജോലിയുമായി. അല്ല, ഇപ്പൊ എങ്ങനെയുണ്ട്? ഡോഗി ഡോൺ, നീ സുഹൃത്ത് ബന്ധം നശിപ്പിച്ചിരിക്കുന്നു. എടാ റാംബോ, ഇവന് വാട്ടർ ട്രീറ്റ്മെന്റ് പറ്റില്ലടാ. വാട്ടർ ടാങ്ക് ട്രീറ്റ്മെന്റ് കൊടുക്കണേ. എനി പിള്ളേര് മാസാണടാ. എന്റെ പല്ല് നല്ല മുത്തിനെ പോലെയാണെന്ന് അമ്മ പറയാറുണ്ട്. പിന്നെ എന്തിനാ വെറുതെ പേസ്റ്റ് ചെയ്ത് സമയം വേസ്റ്റ് ചെയ്യുന്നത്? അല്ല, എന്താ ഇത്? മിറർ എറർ ആയിട്ടാണല്ലോ കാണിക്കുന്നേ. ഓ, ഇതായിരുന്നോ കാര്യം? ഈ മുഖം വെച്ചോണ്ട് എങ്ങനെയാണ് നീ പുറത്തു പോകാ? നിങ്ങൾ എങ്ങനെ പോകുന്നു അതുപോലെ തന്നെ. ഞാൻ ഇതുപോലെ നന്നായി തേച്ച് കുളിച്ച് 25 ദിവസമായി. ഓക്കെ ഡോഗി ഡോൺ, അങ്ങനെയാണെങ്കിൽ നിന്റെ സിൽവർ ജൂബിലി സെലിബ്രേറ്റ് ചെയ്താലോടെ. പ്രാവശ്യം ടവല് നന്നായി ചെക്ക് ചെയ്തിട്ട് വേണം തുടയ്ക്കാൻ. ഇതിലൊന്നുമില്ല, നന്നായി തുടച്ചേക്കാം. ചേട്ടന്റെ ചെല്ലക്കുട്ടനെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ലടാ. ചേട്ടാ, നിങ്ങൾ എവിടെയാണ്? ഇതൊന്ന് വന്ന് നോക്ക്. ഇന്ന് എന്റെ സ്കിന്ന് വെള്ളിയെ പോലെ വെട്ടി തിളങ്ങുന്നില്ലേ? എടാ, ആദ്യം നീ ആരാണെന്ന് പറയടാ. എന്റെ പൊന്നനിയനെ എവിടെയാണ് ഒളിച്ചു വെച്ചിരിക്കുന്നത്? പറ, മര്യാദക്ക് നീ ആരാണെന്ന് പറഞ്ഞോ. എന്റെ അമ്മോ, ഞാൻ എന്തോ തെറ്റ് ചെയ്തെന്നാണല്ലോ തോന്നുന്നത്. എടാ കർണലേ, നീ ചെയ്യുന്നതെല്ലാം തെറ്റ് തന്നെയാണടാ. ചേട്ടാ, നിങ്ങൾ എടുത്തു ചാടി അടിച്ചില്ലേ? എടാ, നിങ്ങൾ ഉറങ്ങിക്കിടന്ന സിംഹത്തിനെയാണ് എഴുന്നേൽപ്പിച്ചത്. ഇനി ഞാൻ നിങ്ങൾ വെറുതെ വിടില്ല. ചേട്ടാ, അവിറ്റാണ് വിട്ടേക്ക്, എന്നെ നോക്ക്. ജനൽ തുറക്കട ഡോഗി ഡോൺ, നിന്നെ കളർ അടിക്കാൻ വേണ്ടി വന്നിരിക്കാണ്. അതൊക്കെ ശരിയായിരിക്കും, പക്ഷെ എത്രമാത്രം കളർ ഇട്ടാലും ഇവൻ നന്നാവൂല. ആയിക്കോട്ടെ, അവൻ എത്ര വർഷം കഴുകിയാലും നമുക്ക് വീണ്ടും വീണ്ടും കളർ അടിച്ചുകൊണ്ടേയിരിക്കാണ്. പൊടിപ്പിള്ളേര്, ഒരു ദിവസം എത്ര പ്രാവശ്യം വെച്ചാ കുളിക്കാ? എടാ അനിയ, എന്തുവാടാ ചെയ്തോണ്ടിരിക്കുന്നത്? ചേട്ടാ, നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന ശത്രുക്കളെ ഞാൻ അവോയ്ഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുക. മറ്റുള്ള ദിവസം എന്ന് പറഞ്ഞാൽ അത് ഓക്കെയാണ് അനിയ. ഇന്ന് നമ്മൾ ഹോളി സെലിബ്രേറ്റ് ചെയ്യണ്ടേ? അയ്യോ, അങ്ങനെയൊന്നും വേണ്ട ചേട്ടാ. നിങ്ങൾക്ക് അറിയില്ലേ, എനിക്ക് കളേഴ്സ് എന്ന് പറഞ്ഞ അലർജിയാ. കുഴപ്പമില്ല അനിയ, ഐ കെയർ ഫോർ യു. ഞങ്ങൾക്ക് ഹോളി ഹോളിഡേ ആഘോഷിച്ചേ പറ്റൂറേ. സ്കൂളിലേക്ക് പോകുന്നവർക്കാ ലീവ്. സ്കൂൾ എന്ന് പറഞ്ഞ എന്താന്ന് അറിയാത്ത നിങ്ങൾക്ക് എന്തിനാ ലീവ്? അതെന്തായാലും കൊള്ളാം, ഇത് വെച്ചോ. ഈ ആണി മറികടന്ന് നിങ്ങൾ വരാൻ പാടില്ല, ഞങ്ങൾ വരില്ല. എടാ, എന്തിനാടാ എന്റെ കയ്യിൽ ആണി അടിച്ചത്? സോറി ചേട്ടാ, അറിയാതെ പറ്റിയതാ. ഒരു ജോലി നിനക്ക് മര്യാദക്ക് ചെയ്യാൻ അറിയില്ല അല്ലേ? ഇത് റാംബോയുടെ വക സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ്. യെസ്. അയ്യോ ചേട്ടാ, ഞാൻ നിങ്ങളെ അടിക്കണമെന്ന് വിചാരിച്ചതല്ല. എടാ കർണലേ, കാലിലാണ് ഇത് പറയാറില്ലടാ. ഇതാണോടാ? എവിടേക്കാ ചേട്ടാ നിങ്ങൾ പോയത്? ഹോലി ദിവസം എന്താ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാണോ? നല്ലോണം കണ്ടോ ഡോഗി ഡോൺ, കർണല് സീലിംഗില് കബഡി കളിച്ചോണ്ടിരിക്കുകയാണ്. എന്റെ അമ്മേ ചേട്ടാ, നിങ്ങൾ എങ്ങനെ ചെയ്തവർക്ക് ഞാനൊരു പാഠം പഠിപ്പിക്കാൻ പോവാ. പൊടി പിള്ളേര്, ഇതാണ് റെയിൻബോ ബോംബ്. എല്ലാ ജനലും വാതിലും അടച്ചു കഴിഞ്ഞു. പോരാത്തതിന് കർട്ടന് വിട്ടു. ഒന്ന് ബ്രേക്ക് പിടിക്ക് ചേട്ടാ. എന്താ ചേട്ടാ ഈ കുട്ടികളെ പോലെ ചെയ്യുന്നേ? സത്യത്തിൽ ഞാനൊരു പച്ച പാവാടാ അനിയ.
അങ്ങനെയാണോ? എന്നാ പിന്നെ ഈ പച്ചവെള്ളത്തിൽ തന്നെ കുളിക്ക്. എടാ ഇന്നാ വാങ്ങിച്ചോളൂ. എന്റെ അമ്മോ, ഇവൻ ചിരിക്കുവാണോ ദേഷ്യപ്പെടുവാണോ എന്ന് മനസ്സിലാവുന്നില്ലല്ലോ. ചേട്ടാ ഇവൻ ചിരിക്കാ. ഞാനൊന്ന് ഇട്ടേക്കാം. വെള്ളമെല്ലാം കൂടെ എന്റെ മുഖത്ത് വാരി ഒഴിച്ചിട്ട് നിന്ന് ചിരിക്കുന്നോ? ഇനി ഈ ഹോളി പറന്ന് ആഘോഷിക്കണടാ. അടിപൊളി ചേട്ടാ. ഹോളിയുടെ പേര് പറഞ്ഞ ഇന്ന് നമുക്ക് അടിച്ചു കേറ്റാം. ചേട്ടാ എനിക്കൊരു സംശയമുണ്ട്. ഹോളി എന്ന് പറഞ്ഞാൽ തന്നെ കളേഴ്സ് അല്ലേ? പിന്നെന്തിനാ ചേട്ടാ വെള്ള കളർ ഡ്രസ് ഇടാൻ പറയുന്നേ? എന്നാലല്ലേ ഞങ്ങൾക്ക് ഇനിയും കുറെ കളർ ചെയ്യാൻ പറ്റൂ. വളരെ സൂക്ഷിക്കണം, അല്ലെങ്കിൽ വില കൂടിയ നമ്മുടെ ഡ്രസ്സൊക്കെ കളർ ഡ്രസ്സായി മാറും. ഇനി ഡ്രോണിന്റെ മേലെ കളർ അടിക്കുന്നത് ബുദ്ധിമുട്ടല്ല, ഒരുപാട് ബുദ്ധിമുട്ടും. യെസ്. ഹോളി കളിക്കാൻ ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന്. അവന്റെ അടുത്ത് വാട്ടർ പ്രൂഫ് കൊടയുണ്ടെങ്കിൽ എന്താടാ നമ്മളുടെ അടുത്ത് ഫുൾ പ്രൂഫ് പ്ലാൻ ഉണ്ടല്ലോടെ. ചേട്ടാ ദേ കണ്ടില്ലേ അവൻ പോകുന്നത്. ഇവന്റെ സേഫ്റ്റി നാട്ടിലേക്ക് അയച്ചു വെച്ചില്ലെങ്കിൽ എന്റെ പേര് ഫാറ്റ് റാറ്റ് അല്ലടേ. ചേട്ടാ ഡോഗി ഡോഗ്, നിന്റെ ഒളിച്ച കളി കുറച്ച് അതിന് കിടക്കുന്നുണ്ടേ. മര്യാദയ്ക്ക് ആ കൊടയെടുത്ത് മാറ്റാൻ നോക്ക്. ഇത് ചീറ്റിംഗ് ആണ്. ആരെങ്കിലും ഒന്ന് രക്ഷിക്കേ പ്ലീസ്. എനിക്കൊരു ഡൗട്ട്, ഈ ഡോഗി ഡോൺ എന്താ എപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നത്? അതൊന്നുമല്ല റാംബോ, ആര് തിരിച്ച് സംസാരിച്ചാലും നീ അവരോട് കടം ചോദിക്കുന്നില്ല, അതുകൊണ്ടാ. ഞാനിപ്പോ എന്താ ചെയ്യാ? ഇവന്മാർ എന്തൊക്കെ വിട്ടാലും എന്നെ വിടുന്ന പ്രശ്നമില്ലല്ലോ. മര്യാദയ്ക്ക് നിക്കാൻ നോക്കണോ? എനിക്ക് ഇയാളുടെ പുറകെ ഓടാൻ വയ്യ. ഡോണിനെ പിടിക്കുന്നത് ബുദ്ധിമുട്ടല്ല, ഒരുപാട് ബുദ്ധിമുട്ടാ. ഈശ്വരാ, ഇവനെ കളറാക്കാന്ന് ശ്രമിച്ചാൽ ഇവൻ നമ്മളെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയല്ലോടെ. 500 പേര് ചുറ്റിലും നിന്നാലും ഞാൻ സേഫ് ആയിരിക്കും. എങ്ങനെ? ഹാപ്പി ഹോളി. എന്റെ കയ്യിൽ കളേഴ്സ് ഒന്നുമില്ല. ദാ ഈ ചേര് പിടിച്ചോ. എടാ, എന്റെ വീട്ടിൽ വന്ന് നീ എന്നെ അടിക്കുന്നു. ഇന്ന് ഹോളി ആയതുകൊണ്ട് നിന്റെ നല്ല സമയം. അതിനു പകരം വേറെ തരാം. അവസാനം അവൻ തന്നെ ഈ സ്വിമ്മിംഗ് പൂളിൽ വീണു. ഞങ്ങളടുത്ത് രക്ഷപ്പെടാൻ നോക്കിയില്ലടാ. ഇപ്പൊ നാട്ടിലുള്ള എല്ലാ കളറും നിന്റെ ദേഹത്താണാ ഉള്ളത്. എടാ അനിയ, നീ എന്ത് കളർഫുൾ ആയിട്ടാടാ ഉള്ളത്. നിന്നെ ഒന്ന് വാഗോണ്ട് പോഴ്ത്തിയാ പോരടാ. ദേ ഞാൻ നിനക്ക് സല്യൂട്ട് ചെയ്യുന്നു. എന്നെ എങ്ങനെ കളർഫുൾ ആക്കിയല്ലേ? നിൽക്കണടാ, ഹോളി എങ്ങനെ ആഘോഷിക്കണമെന്ന് ഞാൻ പഠിപ്പിച്ചുതരാം. എടാ പൊടിപ്പിള്ളേരെ, ഹോളിയെ നന്നായി ആഘോഷിക്കണമെന്ന് ആഗ്രഹിച്ചതല്ലേ? വളരെ നന്നായി ആഘോഷിക്കാം. ഞാൻ ആരാണെന്ന് കാണിച്ചു തരാടാ. ഡോഗി ഡോണിന്റെ അടുത്ത് ആവശ്യമില്ലാതെ കളിച്ചാൽ എന്താ സംഭവിക്കാന്ന് ഞാൻ കാണിച്ചു തരാടാ. ഡോഗി ഡോണി ഇവിടെ വന്ന് ഒളിച്ചിരിക്കുകയാണോ? എടാ തീച്ച പണ്ടാരമേ, ഈ കളേഴ്സ് കൂടി കഴിച്ചോ? എന്റെ മുകളിൽ കളർ ഒഴിക്കാൻ എന്തായാലും അവന് പറ്റില്ല. അങ്ങനെയാണോ? ഞാൻ ആരാണെന്ന് നീ ഇപ്പൊ മനസ്സിലാക്കോടാ. ഈ റാംബോ കിങ് കോങ് എവിടെയാടാ പോയത്? ഞാൻ സത്യമായിട്ടും പറയാണ്, മര്യാദയ്ക്ക് പൊക്കോ. അവൻ ആൾറെഡി കുടുങ്ങിയില്ലടാ. ഡോഗി ഡോഗ്, നിനക്കൊരു കാര്യം അറിയോടെ? ഹോളിന്റെ ആരൊക്കെയാണോ നമ്മുടെ ദേഹത്ത് കളർ പൂശുന്നു അവരെല്ലാം നമ്മുടെ ഫ്രണ്ട് ആണെന്ന് നിനക്ക് അറിയുവോടാ? പറയടാ. എന്തൊക്കെ അറിയാതെ ചിരിക്കുന്നേ? ഹാപ്പി ഹോളി. എല്ലാവരുടെയും മോളിൽ കളറായി. അങ്ങനെയാണോ? ഇന്നാ പിടിച്ചോ. ചുവപ്പ്, നീല, മഞ്ഞ. ഡോഗി ഡോഗ് നമ്മൾ ആക്രമിച്ചടാ അവന്റെ സ്നേഹം കൊണ്ട്. ഹോലി ചേട്ടാ, ഹോലി. വരൂ മക്കളെ വരൂ, എല്ലാവരും സന്തോഷത്തോടെ ഹോളി ആഘോഷിക്കൂ. ഇതാണ് മക്കളെ ഹോളിയുടെ പ്രത്യേകത. എല്ലാവരിലും ഉണ്ടാക്കും സന്തോഷം. ഇത് വളരെ നല്ല ആഘോഷമാണ്. ഇപ്രാവശ്യത്തെ ഹോളി നമുക്ക് നന്നായി ആഘോഷിക്കണം. ആദ്യം നിറം പുരട്ടുന്നത് ഞാനായിരിക്കും. ഹോളിയുടെ പൂജ തുടങ്ങാം നന്ദഗോപരെ. ഇരുട്ടിനുമേൽ പ്രകാശത്തിന്റെ വിജയം ജയിക്കട്ടെ. എന്താ ഭയപ്പെട്ട കണ്ണാ? ഹോളി ഇന്നല്ല, നാളെയാണ് കേട്ടോ. അതുകൊണ്ട് ഇന്ന് നിറങ്ങളില്ല, വെള്ളം മാത്രമേ ഉള്ളൂ അമ്മാവാ.
കാറ്റ് വീശിയപ്പോ തന്നെ പേടിച്ചു കണ്ണാ. അപ്പൊ നാളെ എന്ത് ചെയ്യും? അത് ശരി, കാണാവല്ലോ നാളെ ആരാണ് ആദ്യം നിറങ്ങൾ തേക്കുന്നതെന്ന്. എല്ലാവരെക്കാളും മുന്നേ സുധാമയുടെ ദേഹത്ത് ഞാൻ നിറം തേച്ചിരിക്കും. ഞാൻ കണ്ണനെയും. നീ എന്നെ ഒഴിച്ചല്ലേ, ഇപ്പൊ ശരിയാക്കി തരാം. എടാ നിക്ക്, എങ്ങോട്ടായി ഓടുന്നേ? എന്താ ഇത്? ഇന്ന് സുധാമയുടെ ദേഹത്ത് നിറം തേച്ചിട്ട് തന്നെ കാര്യം. മാമൻ ആരെയോ കാര്യമായി അന്വേഷിക്കുവാണല്ലോ. ഇന്നമ്മാവൻ സുധാമനെ നിറം തേപ്പിച്ചേ വിടുള്ളൂന്ന് തോന്നുന്നു. കണ്ണനോടൊപ്പോൾ അത് ഒരിക്കലും സംഭവിക്കില്ല. എന്റെ സൂചന കിട്ടിയാലുടൻ ഓടിക്കോണം. നിക്കു സുധാമ. എവിടെയാണ് സുധാമ? മുന്നിൽ അല്ല, വലത്ത്. എന്താ മുന്നില് പുറകില് എടുത്ത് വലത്തെന്നൊക്കെ പറയുന്നത് കണ്ണാ? എവിടെ സുധാമ? എന്റെ മിത്രം എന്നും എന്റെ ഹൃദയത്തിൽ സുരക്ഷിതനാണ് മാവ. അയ്യോ, മാറിക്കോ സുധാമ. മക്കൻലാൽ, ഇന്ന് ഞാൻ നിങ്ങളുടെ കൂടെ ഹോളി കളിക്കുന്നുണ്ട് അമ്മാവ. പക്ഷേ രാധയുടെ ദേഹത്ത് നിറം തേച്ചതിന് ശേഷം. എങ്ങോട്ടായി ഓടുന്നേ? നിറങ്ങളും കാണാനില്ല, മധുവിനെയും കാണാനില്ലല്ലോ. മധു ഇത് എവിടെ പോയി? കൊണ്ണു. മധു, ഇതെങ്ങനെ സംഭവിച്ചു? കണ്ണം പറഞ്ഞത് കൊണ്ട് ഞാൻ നിറങ്ങളുടെ സംരക്ഷകനായി നിൽക്കുകയായിരുന്നു. പക്ഷെ ലഡുവിന്റെ മനോഹരമായ സുഗന്ധം അകത്തേക്ക് വന്നപ്പോൾ എനിക്ക് സ്വയം നിയന്ത്രിക്കാനേ സാധിച്ചില്ല. ലഡുവിന്റെ സ്വാദം എങ്ങനെയുണ്ട്? കണ്ണന് ഇത് തന്നെ കിട്ടാൻ പോകുന്നത്. അയ്യോ, ഞങ്ങളുടെ നിറങ്ങൾ. ഓ, അപ്പോൾ നിറങ്ങൾ മോഷ്ടിച്ചത് രാധയാണല്ലേ? നിറങ്ങളില്ലാതെ എന്ത് ഹോളിയാണ് കണ്ണാ? വിഷമിക്കാതിരിക്കൂ. കണ്ണൻ ഇവിടെ ഉള്ളപ്പോൾ ഒരു ഭംഗവും സംഭവിക്കാൻ പോകുന്നില്ല. എല്ലാവരും കയ്യിലുള്ള നിറങ്ങൾ ഇതിലേക്കിടൂ. വരൂ. ആഹാ, ഈ സുധാമേനെ ഞാൻ ഇന്ന് വെറുതെ വിടില്ല. നീ എന്റെ മാത്രം പുറകെ എന്തിനാ വരുന്നത് മഖൻ? അയ്യോ, എന്റെ ബിർജു അറിയാതെ പറ്റിയതാണോ? രക്ഷപ്പെടാൻ പറ്റില്ല രാധേ. ഇന്നെന്റെ സഖിയെ നിങ്ങൾ കാണാൻ പോകുന്നില്ല കണ്ണാ. വിശാഖ, സ്വന്തം സുഹൃത്തുക്കളെ കുറിച്ച് ചിന്തിക്കൂ. കുറച്ചുകൂടി മുകളിലേക്ക്. വെണ്ണ. എല്ലാവർക്കും വയറ് നിറച്ചു തരാം. നിങ്ങളുടെ നിറം കൊണ്ടല്ലോ ഹോളി.
കണ്ണാ രാധേ നിൽക്കൂ, എവിടേക്കാ ഓടുന്നത്? എങ്ങോട്ടാ നീ പോയത്? രാധേ നീ എന്താ ഇത്തവണ ഹോളി ആഘോഷിക്കുന്നില്ലേ? ആഘോഷിക്കാം അമ്മാവ, കണ്ണനെ ഒന്ന് കൈ കിട്ടട്ടെ. കണ്ണ, രാധ നമ്മളെ നമ്മുടെ നിറങ്ങൾ കൊണ്ട് തന്നെ കുളിപ്പിച്ചല്ലോ. പക്ഷേ രാധയെ നിറം തേച്ച് ജയിക്കാൻ പോകുന്നത് നമ്മളല്ലേ. എന്റെ കയ്യിലൊരു ആശയമുണ്ട്, കേക്ക്. കണ്ണന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ആ നിറവും കൂടെ തേച്ചോളൂ രാധേ. എന്താ കണ്ണൻ ഭയപ്പെട്ടോ? ഇല്ലോ, സങ്കടപ്പെട്ട് കാട്ടിലേക്ക് പോയി. നീ ഞങ്ങളുടെ നിറങ്ങളെല്ലാം മോഷ്ടിച്ചില്ലേ, അതുകൊണ്ടാ. എന്നിട്ട് പറയാ നിറമില്ലാതെ എന്ത് ഹോളി? നിറങ്ങൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ കണ്ണനില്ലാതെ ഒരിക്കലും പറ്റില്ല. കണ്ണാ, കണ്ണാ, ഓ കണ്ണാ, എവിടെയാ നീ? കണ്ണാ. കണ്ണാ. അയ്യോ കണ്ണാ, ഇതെവിടെയാ? എന്റെ നിറം മോഷ്ടിക്കാൻ ഇത്രയും വേദനിപ്പിക്കണോ കണ്ണാ? എപ്പോഴും നീ വെണ്ണ മോഷ്ടിക്കാറുണ്ടല്ലോ, അതിന്റെ കാര്യോ? കണ്ണാ, കണ്ണാ. അയ്യോ കണ്ണാ, നീ എവിടെയാ? കണ്ണാ, എന്തിനിങ്ങനെ വേദനിപ്പിക്കുന്ന കണ്ണാ? മുന്നിലേക്ക് വാ. കണ്ണാ, ഇതെന്ത് ലീലയാണ്? എനിക്കറിയാം നീ ഇവിടെ ഉണ്ടെന്ന്. ഇപ്പോൾ മുഖത്ത് മാത്രം നിറങ്ങളായിട്ടില്ല, അതിനുള്ള കാര്യങ്ങളും ചെയ്യാം. ഞാനാ നിറങ്ങളൊക്കെ തിരിച്ചു തരാം, ഇനിയെങ്കിലും മുന്നിലേക്ക് വാ. കണ്ണാ. സത്യം തിരിച്ചു തരുമോ? സത്യമായിട്ടും. ഇങ്ങ് വാ എന്റെ കണ്ണാ, നിറങ്ങളൊക്കെ തിരിച്ചു തന്നേക്കാം. ഞാൻ കണ്ണന്റെ നിറങ്ങൾ എടുത്തു, അക്കാരണത്താൽ വേദനിച്ച് കാട്ടിലേക്ക് പോയി. ഞാൻ നിങ്ങളുടെ എല്ലാ സമക്ഷത്തിൽ ആ നിറങ്ങൾ തിരിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. സ്വന്തം തെറ്റുകൾ തിരുത്തേണ്ടതാണ് രാധേ. കണ്ണാ, ഇന്ന് നിറങ്ങൾ തിരിച്ചു തന്നിരിക്കുന്നു. തെറ്റ് തിരുത്തുകയും ചെയ്തു. അങ്ങനെ ആദ്യ നിറം തേച്ച് ഞാൻ ജയിച്ചിരിക്കുന്നു. എന്തു പറ്റി? സ്വയം ഒന്ന് നോക്കൂ രാധേ, കണ്ണൻ ആദ്യമേ നിറങ്ങൾ തേച്ച് ജയിച്ചിരിക്കുകയാണ്.
വിഷമിക്കല്ലേ, ഹോളി അല്ലേ രാധേ? ഞങ്ങളും വെറുതെ വിടില്ല. ഹോളി ഹാപ്പി ഹോളി, തെറ്റിദ്ധരിക്കേണ്ട ഹാപ്പി ഹോളി. ഹോളി ഹാപ്പി ഹോളി ഹേ, സന്തോഷമായ ഹാപ്പി ഹോളി ഹേ. എടാ ചിക്കു, വണ്ടി എവിടെയാടാ? കഴിഞ്ഞ വർഷത്തെ ഹോലിയില് ബണ്ടി നമ്മുടെ മേലെ കളർ പൂശി. ബട്ട് നോട്ട് ദിസ് ടൈം. ഇപ്രാവശ്യം വിജയം നമ്മുടേതായിരിക്കും. And we are ready. ഞാനും റെഡി. ഇന്ന് നിങ്ങളെ എല്ലാരെയും കളറിൽ കുളിപ്പിക്കാൻ ഞാൻ വിചാരിച്ചതാ കേട്ടോ. പക്ഷെ എന്നെ തെറ്റിദ്ധരിക്കണ്ട, ഇന്ന് ഹോളിയാ ഹോളി. ഇപ്പൊ തെറ്റിദ്ധരിക്കാൻ പോകുന്നത് ഈ വണ്ടി ആയിരിക്കും. ഇപ്രാവശ്യം നമ്മൾ ബലൂൺ സെല് ചെയ്യാൻ ഒട്ടും വൈകിക്കരുത്. കാരണം നമ്മുടെ കയ്യിലുണ്ട് സ്പെഷ്യൽ ബലൂൺ ഷൂട്ടർ. ബലൂൺ ഷൂട്ടർ കൊള്ളാമല്ലോ ഇത്. നമ്മുടെ ശത്രു അത്രയ്ക്ക് നിസാരക്കാരനല്ല. നമ്മൾ എപ്പോഴും അലേർട്ട് ആയിരിക്കണം. ശരി, എന്നാൽ കളി തുടങ്ങാം. Yes sir. Let the game hosh. Yes sir. ഈ ദിവസത്തിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും ദിവസം കാത്തിരുന്നത്. കഴിഞ്ഞ വർഷത്തെ ഹോളിഡേയുടെ റിപ്പീറ്റാ നടക്കാൻ പോകുന്നത്. ഗ്രൗണ്ട് മൊത്തം ക്ലീൻ ആണല്ലോ. ഇന്ന് നിന്നെ ഞങ്ങൾ കളർ വെള്ളത്തിൽ കുളിപ്പിക്കണം മോനെ. ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വാ. കളർ ഗൺ, ബലൂൺ, കളർ എല്ലാം തറയിൽ കിടപ്പുണ്ട്. ഞാൻ അതൊന്ന് എടുത്തോട്ടേടാ മോനെ. എന്നിട്ട് നമുക്ക് രണ്ടിലൊന്ന് നോക്കാമടാ. എന്താടാ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ചിക്കു? നീയല്ലേ എന്നോട് പറഞ്ഞത് ശത്രുവിനെ എപ്പോഴും വീക്കായിട്ട് കരുതരുതെന്ന്? ക്രിക്കറ്റിന്റെ മേലെ സത്തായിട്ട് പറയാ. അവൻ പറയുന്നതൊന്നും നമ്മൾ വിശ്വസിക്കരുത്. ബണ്ടിയുടെ കാര്യത്തിൽ നമ്മൾ ഒരു ചാൻസ് കൊടുക്കാൻ പാടില്ല. അങ്ങനെ രണ്ടിലൊന്നും തീരുമാനിക്കാൻ നിനക്ക് ചാൻസ് കിട്ടില്ല. അതിനു പകരം ഞങ്ങൾ ഇന്ന് എല്ലാ ഹോളിഡേയും കണക്ക് തീർക്കാൻ പോവാ. നിക്കടാ. ഈ മെയ്ഡൻ ഓവറിന് ശേഷം എനിക്ക് തോന്നുന്നു എന്റെ സ്പെഷ്യൽ ബലൂൺ ലോഞ്ചർ ലോഡ് ചെയ്തേ പറ്റൂ. ഈ 6 ബലൂൺസും ഒറ്റയടിക്ക് നിന്നെ കളർ കൊണ്ട് കുളിപ്പിക്കാൻ നോക്കിക്കോ. അങ്ങനെ ഒരു ബലൂൺ ഇതുവരെ റെഡി ആയിട്ടില്ല. വണ്ടിയെ തടാൻ ഇതൊന്നും പോരടാ. ഇനി നീ എങ്ങോട്ട് പോവടാ? വണ്ടിയെ കളർ കൊണ്ട് കുളിപ്പിക്കാന്ന് പറഞ്ഞ നീ എന്നെയാ കുളിപ്പിച്ചിരിക്കുന്നേ. അല്ലെങ്കിൽ തന്നെ നിന്റെ നടപ്പും കാര്യങ്ങൾ കാണുമ്പോ ചിമ്പാൻസി പോലെ ഉണ്ട്. പക്ഷെ നീ തെറ്റിദ്ധരിക്കണ്ട കേട്ടോ, ഇന്ന് ഹോളിയാടാ ഹോളി. പിടിക്കവനെ. വണ്ടീനെ നീല കളർ കൊണ്ട് പച്ച കളർ കൊണ്ട് കുളിപ്പിക്കാന്ന് വെച്ചിട്ട് അവസാനം ടൂങ്കിൽ പക്ഷിനെ പോയി പച്ച നിറത്തിലോ മഞ്ഞ നിറത്തിലോ ആയിപ്പോയല്ലോടാ. അല്ല, അത് പിന്നെ ഞങ്ങൾ നിന്നെ അല്ല ടാർഗറ്റ് ചെയ്തത്. ഞങ്ങളുടെ ടാർഗറ്റ് വേറൊരാളായിരുന്നു. ആരാണോ നിങ്ങളുടെ ടാർഗറ്റ് അവൻ തന്നെയാ എന്റെയും. ഓ, എന്ന് വെച്ചാൽ ഞാൻ ബണ്ടിയുടെ ഫ്രണ്ടാ. എന്നാൽ കഴിഞ്ഞ വർഷം കളർ അടിക്കുന്ന കാര്യത്തിൽ അവൻ ഒരു ഫ്രണ്ട്ഷിപ്പ് ഡിസ്കൗണ്ടും തന്നില്ല. അതുകൊണ്ട് ഇത്തവണ ഞാനും എന്റെ കണക്ക് അവനോട് തീർക്കാൻ പോവാ. അതുകൊണ്ട് ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്. പക്ഷെ അവള് ബണ്ടിന്റെ ഫ്രണ്ട് അല്ലേ? ഇവളിനെ എങ്ങനെയാടാ നമ്മുടെ ഗ്യാങ്ങിൽ ചേർക്കുന്നത്? ശത്രുവിന്റെ ശത്രു നമുക്ക് മിത്രമാണടാ.
പക്ഷെ നീ ഞങ്ങളുടെ ഗ്യാങ്ങിലേക്ക് വന്നാൽ ഞങ്ങൾക്ക് എന്താ ബെനിഫിറ്റ്? എന്റെ കൈവശം ഫുൾ പ്രൂഫ് ഐഡിയ ഉണ്ട്. ഈ ബണ്ടി എവിടെ പോയി ഒളിച്ചാലും അത് പുറത്തേക്ക് കൊണ്ടുവരും. ഇങ്ങോട്ട് വാ. അതെ, ഞാൻ ഡീൽ. ഒരുപക്ഷെ അവൻ ബലൂണിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടാവും, പക്ഷെ റിതം ആൻഡ് ബീറ്റ്സിൽ നിന്ന് അവൻ ഒരിക്കലും രക്ഷപ്പെടില്ല. അവനിപ്പോൾ എവിടെ പോയി പതുങ്ങിയിരുന്നാലും ഹിപ് ഹോപ്പ് ചെയ്തുകൊണ്ട് അവൻ പുറത്തേക്ക് വരുന്നത് കാണാം. കൺട്രോൾ ബണ്ടി, കൺട്രോൾ. ട്വിങ്കിൾ എന്റെ ഫേവറേറ്റ് മ്യൂസിക് പ്ലേ ചെയ്തിട്ട് ഈ പകൽ സമയത്ത് എനിക്ക് ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ കാണിച്ചോണ്ടിരിക്കുക. അവിടെയുണ്ട് ബണ്ടി. ടേബിളിന് താഴെ പതുങ്ങിയിരിക്കാവൻ. വരൂ, അറ്റാക്ക്. ഇനിയിപ്പോ ഞാൻ എങ്ങോട്ട് പോകും? എവിടേക്ക് പോകും? അല്ലെങ്കിൽ തന്നെ ടിങ്കിളും ബണ്ടിയും ഒരു ജോഡിയാ. പക്ഷെ ഇന്ന് തെറ്റിദ്ധരിക്കട്ടെ കേട്ടോ, ഹോളിയാ, ഹോളി. ഈ ബണ്ടി കാരണം നമ്മുടെ ടിങ്കിൾ ടിങ്കിൾ ഹോട്ട് സ്റ്റാർ ടിങ്കിൾ ടിങ്കിൾ ഫ്ലോപ്പ് സ്റ്റാർ ആയി മാറി. വരൂ. ഓഹോ ബണ്ടി, വീട്ടിനകത്തേക്ക് ആരും കേറി പോവരുത്. ആർക്കെങ്കിലും ഹോളി കളിക്കണമെങ്കിലേ പുറത്തുനിന്ന് കളിച്ചാ മതി. എന്റെ വീട്ടിനകത്ത് കളറിന്റെ ഒരു ഡ്രോപ്പ് പോലും വീഴരുത്. ഞങ്ങൾക്ക് വീട്ടിനകത്തേക്ക് പോകാൻ പറ്റില്ലേ? പക്ഷെ ബണ്ടിയും പുറത്തേക്ക് വരില്ലല്ലോ. പിന്നെ ഞങ്ങൾ എങ്ങനെയാ ഈ ഹോളി കളിക്കുന്നത്? ഹോളി ദിവസം ഗുജിയ കളിച്ച് എൻജോയ് ചെയ്യൂ. ബണ്ടിയെ പുറത്തിറക്കാനുള്ള ട്രംപ് കാർഡ് കിട്ടിപ്പോയി. മമ്മി, ഈ ഗുജിയ ഞങ്ങൾക്ക് തന്നേക്കൂ. ഞങ്ങൾ ഹോളിയും ഗുജിയയും പുറത്ത് എൻജോയ് ചെയ്തേക്കാം. എന്നാ ശരി. ഗുജിയ വർഷത്തിൽ ഒരിക്കലേ കിട്ടുള്ളൂ. അതുകൊണ്ട് ബണ്ടി ഈ ഗുജിയ മിസ് ചെയ്യില്ല. നമുക്ക് നോക്കാം. ഇത് കഴിക്കാൻ വേണ്ടി ബണ്ടി എങ്ങനെയാ പുറത്തേക്ക് വരുന്നേന്ന് നോക്കിക്കോ. എടാ ബണ്ടി, നീ എവിടെ ഒളിച്ചിരുന്നാലും ശരി, നീ അവിടെ തന്നെ ഇരുന്നോ. ഇത്തവണ ഹോളിയുടെ നിന്റെ പ്രിയപ്പെട്ട സ്വീറ്റ് ഗുജിയ നിനക്ക് ഒരിക്കലും കിട്ടില്ല. എല്ലാ ഗുജിയയും എന്റെ അടുത്താണ്. ഞങ്ങൾ എല്ലാവരും അത് ഷെയർ ചെയ്ത് കഴിക്കാൻ പോവാ. വേണ്ട, അവിടെ നിൽക്ക്. ദേ, അവൻ പുറത്തിറങ്ങി കഴിഞ്ഞു. ഞാൻ സറണ്ടർ അയക്കാം. എനിക്കിപ്പോൾ രക്ഷപ്പെടാൻ പറ്റില്ല. എനിക്കൊരല്പം ഗുജിയെങ്കിലും ബാക്കി വെക്കടാ. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുൻപിൽ സറണ്ടർ ആയി കഴിഞ്ഞില്ലേ? നിങ്ങൾ എത്ര വേണമെങ്കിലും എന്റെ പുറത്ത് കളർ അടിച്ചോ, പക്ഷെ എനിക്ക് ഒരു ഗുജിയെങ്കിലും ആദ്യം കഴിക്കാൻ താ. തരാം തരാം. തോൽക്കാൻ പോകുന്നവന്റെ അവസാനത്തെ അഭ്യർത്ഥന നമ്മൾ എപ്പോഴും പൂർത്തി ചെയ്യുന്നതാണ്. ആദ്യം കഴിച്ചോ, എന്നിട്ട് ഞങ്ങളുടെ കളേഴ്സിൽ കുളിച്ചേക്കാം. പൊതുവെ ഗുജിയ ഹോളിയുടെ അന്ന് കഴിക്കേണ്ട ഒരു പലഹാരമാ. പക്ഷെ ഇന്ന് തെറ്റിദ്ധരിക്കണ്ട കേട്ടോ, ഒന്ന് ഹോളിയാ, ഹോളി. ഈ ഗുജിയ കാരണം സോൻ ഇന്നൊരു വഴിക്കായി പോയി. ഇന്ന് ഞാൻ വണ്ടിയെ വെറുതെ വിടുന്ന പ്രശ്നമില്ല. അതിന് ഞാൻ ഈ ഗുജിയ യൂസ് ചെയ്യും. ഓ എടാ സോനു, ബണ്ടി നിന്ന് നന്നായിട്ട് കളിപ്പിച്ചു. നീ ഞങ്ങൾക്ക് വേണ്ടി ഒരു ഗുജിയ പോലും വെച്ചില്ല, എല്ലാത്തിനും നശിപ്പിച്ചു. മതിടാ, ഓടി കളിച്ചതൊക്കെ മതി. ഇനി നമ്മൾ ബണ്ടിയുമായി ഫേസ് ടു ഫേസ് കളർ അറ്റാക്ക് ചെയ്യാൻ പോവാ. ലെറ്റ്സ് ദ ഗെയിം ഹോഷ്. യെസ് സർ. നീ ഓടി രക്ഷപ്പെടാനുള്ള എല്ലാ വഴിയും ഞങ്ങൾ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞടാ. ആരോടാടാ നിന്റെ കളി? നീ ശരിക്കും നന്നായിട്ട് കുടുങ്ങിപ്പോയി. ഇന്ന് എന്റെ കൈവശം സ്പ്രേ ഗൺ ഉണ്ട്, ബലൂൺസ് ഉണ്ട്, കളറുണ്ട്. നിന്റെ കൈവശം എന്താണുള്ളത്? ഇപ്പൊ എന്റെ കൈവശം
റെയിൻ ഡാൻസ് ഉണ്ട്. എടാ, വണ്ടിയെ കളറിട്ട് കുളിപ്പിക്കാൻ മാത്രം ഇന്ന് വരെ ഒരുത്തിനും ജനിച്ചിട്ടില്ല. പ്രായത്തിന്റെ കാര്യത്തിൽ ഞാൻ ചെറിയതാ, പക്ഷെ ബുദ്ധിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. എടാ അനിയ, നീ മറന്നുപോയി, ഞാൻ നിന്റെ ചേട്ടനാ. ഞങ്ങൾ കുറെ നേരായിട്ട് നിന്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുക, എന്നിട്ട് നീ ഇപ്പൊ ഞങ്ങളുടെ അടുത്തേക്ക് ഓടി വരുന്നോ? വാടാ അനിയ, കളറൊക്കെ വളരെ സ്ലോ ആയിട്ടാ നിന്റെ മേലേക്ക് വീഴുന്നത്. പക്ഷെ എന്നാലും തെറ്റിദ്ധരിക്കണ്ട, ഇന്ന് ഹോളിയാണ്, ഹോളി. ഇന്നെന്റെ ഹോളി ഐഡിയ മൊത്തം ബ്ലോക്ക് ആയല്ലോ. ഏതായാലും ഒരു കാര്യത്തിൽ നിങ്ങൾ എല്ലാരും നല്ലോണം എൻജോയ് ചെയ്തല്ലോ. ഹോളി, ഹാപ്പി ഹോളി. സന്തോഷമുള്ള ഹോളി.